ശുപാർശ കിട്ടിയത് അതിൻ്റെ ഒരു ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാൻ അടുത്ത ഒരുപാട് കാര്യങ്ങളായി. അത് വാങ്ങാം ഡോക്ടർ. ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് കഴിച്ച് അവസാനമാണ്. നോക്കിയിട്ട് നിങ്ങളായിട്ട് ചർച്ച ചെയ്യുമല്ലോ എല്ലാ കാര്യങ്ങളും. തീർച്ചയായിട്ടും ചർച്ച ചെയ്തിട്ട് ചെയ്യും. കമ്മ്യൂണിറ്റി കോട്ട നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ തുടരുകയാണ്. അതിൽ SC/ST അവർ ഡയറക്റ്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ആ കുട്ടികൾക്ക് ഓൺലൈനിലും മറ്റുള്ളവർക്ക് കഴിഞ്ഞ വർഷം തുറന്ന പോലെ കമ്മ്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള സംഗതിയാണ്. യഥാർത്ഥത്തിൽ അതൊരു മെറിറ്റ് സീറ്റാണ്. ആ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട സീറ്റാണ്. പലർക്കും പല സ്കൂളുകളിലും നിശ്ചിത എണ്ണം അപേക്ഷ മാത്രമേ കൊടുക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള അപേക്ഷകൾ ഗോതൂറും മാനേജ്മെന്റിൽ തടഞ്ഞു കൊടുക്കും. സർക്കാരിന് ഏറ്റെടുത്തിട്ട് അതത് കമ്മ്യൂണിറ്റിക്ക് ഈ നമ്മുടെ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ ചെയ്തു കൊടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ട്. നേരത്തെ 2019 തോന്നുന്നു മൈനോറിറ്റി കമ്മീഷൻ ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവുണ്ട്. ഒന്ന് ഡയറക്ടറൊക്കെ ഹിയറിംഗിൽ വിളിച്ചിട്ടാണ് ഉത്തരവ്. ഇതുവരെ ആ ഉത്തരവ് നടപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങളൊരു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. ഞങ്ങളുടെ വേദിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ ചർച്ച ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത അധ്യയന വർഷം മുതൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സംബന്ധിച്ച് ഇതിൽ മാത്രമല്ല നമ്മുടെ അധ്യാപകരുടെ നിയമനത്തിലോ വലിയ പ്രയാസമാണ്. എന്ത് ചെയ്യാൻ പറ്റും? ജനാധിപത്യവും ഒക്കെ കൂടിപ്പോയി. അവർ ചോദിച്ചത് തന്നിട്ട് വേണം. ക്രിസ്ത്യൻ ജീവനക്കാരുടെ IT ബന്ധപ്പെട്ട് സർക്കാർ തുടങ്ങിയ അന്വേഷണത്തിന് സെക്രട്ടറിയോട് പറഞ്ഞിരുന്നല്ലോ. ഒരാഴ്ചക്കകത്ത് റിപ്പോർട്ട് തന്നോ? അതിന്റെ നടപടി എന്തായി? അന്വേഷണം നമ്മൾ അപ്പോൾ തന്നെ അത് വളരെ പ്രാധാന്യത്തോടുകൂടി വന്നതാണല്ലോ മലയാള മനോരമയിലൊക്കെ. അപ്പോൾ തന്നെ സെക്രട്ടറി ഞാൻ ചുമതലപ്പെടുത്തിയിരുന്നു. ഒരാഴ്ച രണ്ടാഴ്ച സമയമാണ് കൊടുത്തിട്ടുള്ളത്. അവർ പൂർത്തീകരിച്ചിട്ടില്ല തോന്നുന്നു. അവരെല്ലാം ഈ SLC റിസൾട്ടിൻ്റെയും ഒക്കെ കാര്യങ്ങളായി പോകുന്നു. അതോടൊപ്പം തന്നെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ കേരള ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കള്ള അഡ്രസ്സ് വെച്ചിട്ടാണല്ലോ. അതും DGPക്ക് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ആയിട്ടില്ല. പക്ഷെ അപ്പോഴപ്പോഴും നമ്മൾ ഇടപെടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് ഉണ്ടാകുന്നില്ല. നോക്കില്ലേ വേറെ ഒന്നുമില്ല. ഇത് അതിൽ ഒരു പല പ്രശ്നങ്ങളുണ്ട്. ആത്യന്തികമായി ഗവൺമെൻറ് ചിന്തിക്കുന്നത് 1500 കോടി രൂപ വാങ്ങി ചിലവഴിക്കണമെന്നുള്ള നിലയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിലയിലും അടുക്കുന്ന പ്രശ്നമില്ല. നമ്മൾ നന്നായി തന്നെ പറഞ്ഞു നോക്കി. ഒരു നിലയിൽ അടുക്കുന്ന പ്രശ്നമില്ല. മുഖ്യമന്ത്രി ഡൽഹിയിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഈ കാര്യം ധരിപ്പിച്ചു. എന്നാൽ തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് ഗവൺമെൻറ് ഈ നിലപാടെടുത്ത് നിൽക്കുകയാണ്. അവരോട്ട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിനോട് ഒരു ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് സംബന്ധിച്ചിടത്തോളം. കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് നീണ്ടങ്ങ് പോകാൻ സാധ്യത ഉണ്ടല്ലോ. എന്തായാലും കാശ് വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. കാശ് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രം ചെലവഴിക്കാനുള്ള കാശല്ല. ഇന്ത്യ ഗവൺമെൻറ് കാശ് അത് കേരളത്തിന് ലഭിക്കേണ്ട കാശ് കേരളത്തിൽ ലഭിച്ചാലേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ അവർ തരട്ടെ, ഇന്ന കാര്യം കൊണ്ട് ഞങ്ങൾ കാശ് തരുന്നില്ല എന്ന് അവർ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി ഞങ്ങൾക്ക് തരട്ടെ കേരള ഗവൺമെൻറ്. അതല്ലാതെ വാക്കാൽ ഇത് പറഞ്ഞാൽ അത് ഒരു കള്ളക്കളിയാണ്. അത് കളിയാക്കൽ കൂടെയാണ്. അധികാരമുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ള ഒരു നിലപാട് എടുക്കുന്നത് ഒട്ടും ശരിയല്ല. നമുക്കിനി ഇത് വാങ്ങാം. ഒരു
ഇത് പറയും സ്വാതന്ത്ര്യം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും എല്ലാവരും. ഒന്ന് പരിചയപ്പെടുത്തി. സ്കൂൾ അക്കാഡമിക് കലണ്ടർ. മാഡം അത് ഒരു കമ്മിറ്റി അതിനുവേണ്ടി നിയോഗിച്ചിരുന്നു. SCRTയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ SCRTയുടെ തന്നെ റിസോഴ്സ് പേഴ്സൺസിൻ്റെ NHMൻ്റെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഒരു കമ്മിറ്റി കൂടി വളരെ വിശദമായ രീതിയിൽ ഇതിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും അതിൽ അവരുടെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളുടെ ശുപാർശ സഹിതമാണ് സർക്കാരിലേക്ക് ഇത് സമർപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ഞാൻ പറഞ്ഞു ജയരാജനറിയാം. വാ ജയരാജ മാഡം വരണം. DG പക്ഷെ ക്യാമറയില്ല എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗവൺമെൻറ് തീരുമാനമെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഗവൺമെൻറ് അംഗീകരിക്കണം, അതിനുശേഷമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയാൻ ഭദ്രമായിട്ട് വെച്ചത്. ഇത് ഗവൺമെൻറ് സമർപ്പിക്കുന്നത് പറ്റില്ല. ഈ അടുത്ത കാലത്ത് ഒരു കേരളത്തിൻ്റെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് പാഠപുസ്തകങ്ങളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് കഷ്ടമാണ്. നമുക്ക് ഇടത്തോട്ട് തിരിയാൻ പറ്റില്ല, വലത്തോട്ട് തിരിയാൻ പറ്റില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കി എന്ന പ്രചരണം വസ്തുക്കൾക്ക് നിരക്കുന്നതല്ല. നിങ്ങളാരും പിന്നെ പറഞ്ഞില്ലല്ലോ, പിന്നെ 1 മുതൽ 10 വരെയുള്ള 3 കോടി പാഠപുസ്തകങ്ങളെല്ലാം തെറ്റുകൂടാതെ കൃത്യമായിട്ട് അടിച്ചിറക്കിയെന്ന്. നിങ്ങളെല്ലാം വളരെ സുഹൃത്തുക്കളൊക്കെയാണ്, പക്ഷേ ആ കാര്യം വരുമ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മറിച്ച് നോക്കാൻ ഇവർ സമയം കണ്ടെത്തണം. കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം, സാംസ്കാരിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സംഭാവനകളും നവോത്ഥാന നായകരുടെ രചനകൾക്കും തുല്യ പ്രാധാന്യം നൽകിയാണ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. 5ാം ക്ലാസ് മലയാളം ഭാഗം 2, 7ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര ഭാഗം 1, 8ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര ഭാഗം 2, 8ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 2, 8ാം ക്ലാസ് സംസ്കൃതം 5ാം പാഠം, 9ാം ക്ലാസ് മലയാളം ഭാഗം 2, 10ാം ക്ലാസ് സംസ്കൃത യൂണിറ്റ് 3, 11, 12 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കും. ദേശീയ തലത്തിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തെ സംസ്കരിച്ച് കാവ്യവൽക്കരണ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതിനെതിരെ ഒന്നും മിണ്ടാത്തവരാണ് കേരളത്തിൽ ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ എന്നും സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനും ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സർവകലാശാല ആരംഭിച്ച LDF സർക്കാരിനെതിരെയാണ് ഈ വിമർശനം. ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തുള്ള ഒരു നേതാവ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ അവസാനിപ്പിക്കും. കമ്മിറ്റി മെമ്പർമാർക്കെല്ലാം നന്ദി, കൃത്യസമയത്ത് തന്നെ തയ്യാറാക്കി തന്നതിന്.